അപ്പോൾ ഈ പ്രശ്നം എന്താണ്, സർവീസുകൾ എത്രത്തോളം പ്രതിസന്ധിയിലാക്കി, അതുകൂടി പറഞ്ഞു തരാം. അതുകൂടി കേട്ടതിന് ശേഷമേ നമ്മൾ ഇൻഡിഗോയെ ഇവിടെ നിന്ന് വിടുന്നുള്ളൂ. അപ്പോൾ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതാണ് ഇൻഡിഗോയിലെ പ്രതിസന്ധിക്ക് കാരണമായത്. അപ്പോഴൊക്കെ എന്താണ് ഈ പ്രതിസന്ധിയുടെ മൂല കാരണം? ആ മൂല കാരണം ഞങ്ങൾ തേടിപ്പോയി. ആ മൂല കാരണം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, ആഴ്ചകളുടെ പഴക്കമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തേത് അതാ കണ്ടില്ലേ, ജീവനക്കാരുടെ ക്ഷാമമാണ് ആദ്യത്തെ പ്രശ്നം. ഇൻഡിഗോയിൽ പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂ അംഗങ്ങളുടെയും കുറവ് ധാരാളമായിട്ടുണ്ട്. വലിയ കുറവാണ് അവർ നേരിടുന്നത്. നിയമപരമായി ലഭ്യമായ ജീവനക്കാരില്ലാത്തതിനാൽ നിരവധി ഇൻഡിഗോ വിമാനങ്ങൾക്ക് പുറപ്പെടാൻ കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ കയറിയിരിക്കാൻ ആൾ വേണം, ഇത് പുറപ്പെടുന്നതിനായിട്ടുള്ള യാത്രക്കാരെ തയ്യാറാക്കാൻ ആൾ വേണം. അതൊന്നും ഉണ്ടായിരുന്നില്ല. ജീവനക്കാരുടെ ക്ഷാമമാണ് ഒന്നാമത്തേത്. അടുത്തത് പുതിയ ഡ്യൂട്ടി നിയമങ്ങളാണ്. പുതിയ ഡ്യൂട്ടി നിയമങ്ങൾ എങ്ങനെയാണ് പ്രശ്നമായത്? പൈലറ്റുമാരുടെ ക്ഷീണം കുറയ്ക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി ഇന്ത്യയിൽ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധിയിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പുതിയ മാനദണ്ഡം അനുസരിച്ച് ഡ്യൂട്ടി ഷെഡ്യൂൾ, രാത്രി ലാൻഡിംഗ് പ്ലാനുകൾ, ആഴ്ചതോറുമുള്ള വിശ്രമ ചാർട്ടുകൾ എന്നിവയിലൊക്കെ മാറ്റങ്ങൾ ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ എയർലൈനിന്റെ ഷെഡ്യൂളിംഗ് സംവിധാനത്തിലും മാറ്റം വന്നു. അപ്പോഴും എന്ത് സംഭവിച്ചു? അപ്പോഴും ഈ പുതിയ ഡ്യൂട്ടി നിയമം കാരണം വിമാനത്തിന് പുറപ്പെടാൻ കഴിയാത്ത സാഹചര്യമായി. മറ്റൊന്ന് വിമാനത്തിനുണ്ടാകുന്ന സാങ്കേതിക തകരാറുകളാണ്. സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞാൽ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാർ. ചെക്ക് ഇൻ, ഡിപ്പാർച്ചർ കൺട്രോൾ സിസ്റ്റങ്ങളിൽ പലയിടത്തും തകരാർ റിപ്പോർട്ട് ചെയ്തു. ഇത് ഇൻഡിഗോയുടെ ഒന്നിലധികം റൊട്ടേഷനുകളിൽ നീണ്ട ക്യൂ ഉണ്ടാക്കി പുറപ്പെടലുകൾ വൈകിപ്പിക്കുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്തു. സാങ്കേതിക തകരാർ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യകാലമാണ്. ശൈത്യകാല പ്രവർത്തനങ്ങളിലെ പ്രതിസന്ധി. യാത്രക്കാരുടെ എണ്ണം ഈ സീസൺ അനുസരിച്ച് മാറി വരുമല്ലോ. അപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ വിമാനയാത്രയ്ക്കായി തണുപ്പുകാലമായതിനാൽ മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്ന തടസ്സം, അതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറി. തിരക്കേറിയ ഷെഡ്യൂൾ കാരണം ചെറിയ ഡിലേ വന്നാൽ പോലും നെറ്റ്വർക്കിൽ ഉടനീളം അത് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പാവം ഇൻഡിഗോയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടാണ് ഇൻഡിഗോ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത്. ആഴ്ചകളോളമാണ്. അത് അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോഴാണ്, അതായത് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എന്ന് മാത്രം.